സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പനികളുടെ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന ഈ ഒരു സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെ നമ്മുടെ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുണ്ട് റീസൺസ്. ഒന്ന്, കുറേ അധികം ബിഗിനേഴ്സ് ഇപ്പോൾ ഈ ഒരു സീരീസിന്റെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ റീസൺ നമുക്കറിയാം, ഇപ്പോൾ കൊറോണ എല്ലാം വന്നതിന് ശേഷം മാർക്കറ്റ് വളരെ മോശം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വളരെ അൺസർട്ടൻ കണ്ടീഷൻസ് ആണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറെ നാളുകൾക്ക് ശേഷം മാർക്കറ്റിൽ ഒരു IPO അവൈലബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് റോസറി ബയോടെക് ലിമിറ്റഡിന്റെ IPO-നെ പറ്റിയാണ്. നിങ്ങൾ എല്ലാവരും ന്യൂസ് കണ്ടതാണ്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ചെറുതായിട്ട് ലൈവില് ഡിസ്കസും ചെയ്തതാണ്. അപ്പോൾ ഒരു കാര്യം ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഈ റോസറി ബയോടെക്കിന്റെ പ്രൊമോട്ടേഴ്സിന് ഒരു വളരെ വലിയ സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. മാർക്കറ്റിൽ ഇത്ര അധികം അൺസർട്ടൻ ആയിട്ടുള്ള കണ്ടീഷനിൽ പോലും IPO ചെയ്യാൻ ധൈര്യം കാണിച്ചതിന്. അപ്പോൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഒരു IPO വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു IPO കാണുമ്പോൾ, അവർ ആദ്യമായിട്ടോ അല്ലെങ്കിൽ തുടക്ക കാലങ്ങളിൽ ഒരു IPO ഒക്കെ കാണുമ്പോൾ കുറേയധികം എക്സൈറ്റഡ് ആകും. IPO ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കണ്ണും പൂട്ടി ഒരു കമ്പനിയെ പറ്റി പഠിക്കാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും നമ്മൾ ഒരു കമ്പനിയിൽ എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി അതിന്റെ ബിസിനസ് മനസ്സിലാക്കി ആ കമ്പനി എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അത് ഒരു IPO ആണെങ്കിൽ പോലും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസറി ബയോടെക് ലിമിറ്റഡിന്റെ IPO സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ കമ്പനിയെ പറ്റി വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഈ ഒരു IPO-യിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് sharique.samsudheen. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ എപ്പോഴത്തെ പോലെയും ആദ്യം നമ്മുടെ ഡിസ്ക്ലൈമർ ആണ്. അതായത് നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഒരു കമ്പനി IPO ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുക ആ കമ്പനിയുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ നിന്നാണ്. ശരിയല്ലേ? നമ്മൾ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പോൾ എപ്പോൾ ഒരു കമ്പനിയുടെ IPO ഉണ്ടെങ്കിലും അതിന്റെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഐദർ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആ കമ്പനിയുടെ പേരും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ IPO ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ, IPO-ലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് 13 മുതൽ 15 ജൂലൈ വരെയാണ്. അതായത് നാളെ കൂടി നിങ്ങൾക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ആപ്ലിക്കേഷൻ 15-ാം തീയതി കഴിയുകയാണെങ്കിൽ ഈ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആകുന്നത്, NSEയിലും BSEയിലും ലിസ്റ്റ് ആകുന്നത് 23 ജൂലൈ 2020 അതുപോലെ തന്നെ ഈ ഒരു IPO-ന്റെ ടോട്ടൽ സൈസ് നോക്കുകയാണെങ്കിൽ, എത്ര എമൗണ്ട് ആണ് ഈ കമ്പനി റേസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, അത് നിയർലി 500 കോടി രൂപയാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നിങ്ങൾ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ഈവൻ ന്യൂസ് ചാനൽ പോലും പലപ്പോഴും ഡിസ്കസ് ചെയ്യാതെ വിടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ 500 കോടിയില് നിയർലി 50 കോടി രൂപ മാത്രമാണ് ഫ്രഷ് ഇഷ്യൂ. എന്നാൽ ബാക്കി നിയർലി ഒരു 450 കോടി രൂപ വരുന്നത് അത് ഓഫർ ഫോർ സെയിൽ ആണ്. എന്താണ് ഓഫർ ഫോർ സെയിൽ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് ഷെയർ ഓൺ ചെയ്യുന്നുണ്ടാകുമല്ലോ. അപ്പൊ ഈ ഓഫർ ഫോർ ഷെയർ എന്ന ആ ഒരു കമ്പനിയിലൂടെ ഈ പ്രൊമോട്ടർ ഓൺ ചെയ്യുന്ന ആ ഷെയർ ആണ് IPO വഴി പബ്ലിക്കിന് വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഷെയർ പബ്ലിക്ക് കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ആ പൈസ വരുന്നത് കമ്പനിയുടെ അക്കൗണ്ടിലേക്കല്ല, എന്നാൽ പ്രൊമോട്ടറിന്റെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഓഫർ ഫോർ ഷെയർ നടത്തുന്നതിലൂടെ പ്രൊമോട്ടർക്ക് നല്ലൊരു എക്സിറ്റ് കിട്ടുകയാണ്. അപ്പൊ ഈ 500 കോടി രൂപയുടെ ടോട്ടൽ IPO-ല് നിയർലി 450 കോടി പബ്ലിക് ഇടുന്നത് പോകുന്നത് പ്രൊമോട്ടറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ബാക്കി നിയർലി 50 കോടി മാത്രമാണ് ഒരു ഫ്രഷ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരിക. ഇത് തീർച്ചയായിട്ടും ഏതൊരു IPO വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടത് തന്നെയാണ്. അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു IPO കഴിയുകയാണെങ്കിൽ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരിക നിയർലി 2200 കോടി രൂപയാണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വളരെ ക്ലിയർ സ്മോൾ ക്യാപ് കമ്പനിയാണ്. അപ്പൊ ഈ ഒരു IPO-ന്റെ പ്രൈസ് ബാൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത് 423 രൂപ മുതൽ 425 രൂപ വരെയാണ്. നമ്മൾ ഓൾറെഡി IPO-ന്റെ വീഡിയോയിൽ പഠിച്ചതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് ബാൻഡ് വരുന്നതെന്നും എന്താണ് ഒരു ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ എന്നുള്ളതും. അപ്പൊ നാച്ചുറലി ഈ ഒരു കമ്പനിയുടെ IPO അതൊരു ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.
അടുത്തത് കാണാൻ പറ്റുന്നത് ഈ ഒരു പ്രൈസ് സെറ്റ് ചെയ്ത് IPO ചെയ്യുമ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ PE റേഷ്യോ വരുന്നത് നിയർലി 33 to 34 റേഞ്ചിലാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, ഒരു IPOന്റെ കേസിൽ IPOയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള നമ്പർ ഓഫ് ഷെയർസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി കമ്പനി തന്നെ കമ്പനിയുടെ സൈഡിൽ നിന്ന് മിനിമം ഒരു ലോട്ട് ഷെയർ എങ്കിലും വാങ്ങണമെന്നായിരിക്കും പറയുക. അപ്പോൾ ഇവിടെ റോസറി ബയോടെക്കിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോട്ട് ഷെയർ എന്ന് പറയുന്നതിൽ 35 ഷെയർസ് ആണുള്ളത്. പറഞ്ഞു വരുന്നത് ഒരു ഇൻവെസ്റ്റർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 35 ഷെയർസ് എങ്കിലും വാങ്ങേണ്ടി വരും. അതായത് മിനിമം 14,875 രൂപയെങ്കിലും ചിലവാക്കേണ്ടി വരും. അതുപോലെ തന്നെ മാക്സിമം ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുക 13 ലോട്ട്സ് ആണ്. അതായത് 455 ഷെയർസ് ആണ്. അതായത് 1,93,000 രൂപയാണ് ഒരാൾക്ക് ഈ ഒരു IPOയിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്, ഒരു കമ്പനിക്ക് IPO ചെയ്യണമെങ്കിൽ മെർച്ചന്റ് ബാങ്ക്സിന്റെ ഹെൽപ്പ് വേണം. അവരെയാണ് ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജർ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ റോസറി ബയോടെക്കിന്റെ കേസിൽ ആക്സിസ് ക്യാപിറ്റലും ICIC സെക്യൂരിറ്റീസുമാണ് അവരുടെ ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജേഴ്സ്. അപ്പൊ IPOനെ പറ്റിയുള്ള കുറെ ബേസിക് ഇൻഫർമേഷൻ തീർച്ചയായിട്ടും ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ IPOന്റെ റിലേറ്റഡ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഉണ്ട്. അതായത് IPOക്ക് മുൻപ് ഈ ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത് ടോട്ടൽ 95.1% ആയിരുന്നു. എന്നാൽ ഈ ഒരു IPOയിലൂടെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്ത് അവരുടെ ഷെയർസ് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു IPO ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി പ്രൊമോട്ടർ ഹോൾഡിംഗ് 95.1%ൽ നിന്ന് 73% കുറയുന്നുണ്ട്. പിന്നീട് എപ്പോഴും ഒരു IPO വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തിനാണ് ആ കമ്പനി പൈസ റേസ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വളരെ വിശദമായി വായിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും വിശദമായി തന്നെ എഴുതുന്നതാണ്, കാരണം പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ റേസ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അത് എന്തിനാണ് ചിലവാക്കേണ്ടത് എന്ന് അവർ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ റോസറി ബയോടെക്കിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മേജർ 2 ഉപയോഗങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഉപയോഗം റീപേയ്മെന്റ് ഓർ റീസ്ട്രക്ചറിംഗ് ഓഫ് ഡെറ്റ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നോക്കുകയാണെങ്കിൽ, വിശദമായി നോക്കുകയാണെങ്കിൽ, ഇവർക്ക് മേജർലി ആക്സിസ് ബാങ്കിന്റെ അടുത്തുനിന്നും HDFC ബാങ്കിന്റെ അടുത്തും കുറച്ച് കടങ്ങളുണ്ട്, ലോണുകളുണ്ട്. അപ്പൊ ആ ലോണുകൾ അടച്ചു തീർക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ റേസ് ചെയ്യുന്ന എമൗണ്ട് ഇവർ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ റിക്വയർമെന്റ് ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ റിക്വയർമെന്റിലേക്ക് പൈസ എടുക്കും എന്നുള്ളതാണ്. അതായത് ആസ് എ കമ്പനി ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പല മേഖലകളിലേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പൊ അതിലേക്ക് അവർക്ക് പൈസ വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾ അഗൈൻ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നോക്കുകയാണെങ്കിൽ എങ്ങോട്ടേക്കാണ് എക്സാക്ട്ലി ക്യാപിറ്റൽ വേണ്ടത് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ IPO റിലേറ്റഡ് ഡേറ്റ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് മനസ്സിലായിട്ടുണ്ട്, അതിന്റെ എമൗണ്ട്സ് മനസ്സിലായിട്ടുണ്ട്, എന്തിനാണ് പൈസ ഉപയോഗിക്കുന്നതെന്നും വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിക്കൊണ്ട് ഈ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ബിസിനസിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താം. അപ്പൊ ഏറ്റവും ആദ്യം ഈ ഒരു കമ്പനിയുടെ സെക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് റെഗുലർ കെമിക്കൽ കമ്പനീസും ഉണ്ട്, സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനീസും ഉണ്ട്. ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് ഒരു എൻഡ് കൺസ്യൂമർ നേരിട്ട് കൺസ്യൂം ചെയ്യില്ല. എന്നാൽ മറ്റ് പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യാനും മറ്റ് പ്രൊഡക്ട്സിൽ പല ക്വാളിറ്റീസ് എൻഹാൻസ് ചെയ്യാനും കുറെ ഫീച്ചേഴ്സ് കൊണ്ടുവരാനും അങ്ങനെ മറ്റ് പ്രൊഡക്ട്സിന് വാല്യൂ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സ്പെഷ്യൽ കെമിക്കൽസിനെയാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറയുന്നത്. മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അതിൽ ഡീറ്റെയിലിൽ പോകാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശദമായിട്ട് എന്താണ് ഇവരുടെ ബിസിനസ് എന്നുള്ളതാണ്. അതായത് ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവർ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. എന്നാലും അവിടെ എടുത്തു പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസിലെ ഇവര് ലാർജസ്റ്റ് മാനുഫാക്ചറർ ആണ്. അപ്പോൾ ഏതൊക്കെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് ഇവിടെ നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ കണ്ടതുപോലെ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള കുറച്ച് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം, പേഴ്സണൽ കെയർ ആൻഡ് പെർഫോമൻസ് കെമിക്കൽസ്, ഇങ്ങനെ ഹോം പേഴ്സണൽ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനിമൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് റിലേറ്റഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസും ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ ആക്ച്വലി നിങ്ങൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നോക്കുന്നതിനേക്കാളും ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും സ്പെസിഫിക്കേഷൻസ് എന്താണെന്നും ഇവരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. എന്നാലും വളരെ പെട്ടെന്ന് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് പറയാനാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇന്ന് ചില ഷർട്ട്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടീഷർട്ട്സ് അവൈലബിൾ ആണ്, അതിൽ വിയർപ്പ് പെട്ടെന്ന് പിടിക്കില്ല. അതുപോലെ തന്നെ അത് ആന്റി മൈക്രോബിയൽ ആയിരിക്കും, ആന്റി ബാക്ടീരിയൽ ആയിരിക്കും. അങ്ങനെയെല്ലാം അഡ്വർടൈസ് ചെയ്യുന്ന ടീഷർട്ട്, ഇപ്പൊ ഡ്രൈ ഫിറ്റ് ടീഷർട്ട്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന്
തുണിയിൽ ആ ക്വാളിറ്റീസ് കൊടുക്കുന്നത് കുറച്ച് സ്പെഷ്യാലിറ്റി കെമിക്കലാണ്. അങ്ങനത്തെ സ്പെഷ്യാലിറ്റി കെമിക്കൽ മാനുഫാക്ചർ ചെയ്യുന്നത് റോസറി ബയോടെക് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഹോം പേഴ്സണൽ കെയറിന്റെ കേസിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പിലും ഡിറ്റർജന്റിലും ഷാംപൂലും എല്ലാം പലതരത്തിലുള്ള ഫീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്, ശരിയല്ലേ? ആ ഫീച്ചേഴ്സ് കൊടുക്കാനായിട്ട് സോപ്പിലേക്ക് കുറെ സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ ആവശ്യമുണ്ട്. അങ്ങനത്തെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്നത് റോസറി ബയോടെക് ആണ്. അതുപോലെ തന്നെ അനിമൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സിലെ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കുറെ സ്പെസിഫിക് ന്യൂട്രീഷൻ പ്രൊഡക്ട്സിലുമെല്ലാം കുറെ അധികം സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ ആവശ്യമുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അഗൈൻ റോസറി ബയോടെക് തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവര് ഈ ഒരു കമ്പനി അവര് ഇൻഗ്രീഡിയൻസും ഫോർമുലേഷൻസും ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് അവരുടെ പ്രൈവറ്റ് ലേബലിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് കമ്പനീസിന് കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാലും ഇവരുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് മേജർലി നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ കംപ്ലീറ്റ്ലി ഇവർക്കുള്ളത് B2B ബിസിനസ്സസ് ആണ് ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹോം പേഴ്സണൽ കെയർ പെർഫോമൻസിലെല്ലാം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇവർ വളരെ വലിയൊരു കസ്റ്റമർ ആണ്. അതായത് HUL പലതരത്തിലുള്ള ഡിറ്റർജൻസും സോപ്പും ഷാമ്പൂവും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഈ കെമിക്കൽസിനായിട്ട് HUL ഈ കെമിക്കൽസ് വാങ്ങുന്നത് റോസറി ബയോടെക്കിന്റെ അടുത്ത് നിന്നാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള ഇവരുടെ ഒരു വളരെ ലീഡിംഗ് കസ്റ്റമറിന്റെ പേര് നോക്കുകയാണെങ്കിൽ അത് അരവിന്ദ് ഫാഷൻസ് ആണ്. ഇവിടെ ഇവരുടെ റവന്യൂ മിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പേഴ്സ് 2018 ഇവരുടെ റവന്യൂ മിക്സ് ആണ്. അതായത് 2018 ടെക്സ്റ്റൈൽ സെഗ്മെന്റിൽ നിന്നാണ് ഇവരുടെ ടോട്ടൽ റവന്യൂവിന്റെ 71% ഇവർക്ക് കിട്ടിയത്. എന്നാൽ കഴിഞ്ഞ വർഷമായപ്പോൾ അത് കുറഞ്ഞ് 43% വന്നു. എന്നാൽ അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോം പേഴ്സണൽ കെയർ സെഗ്മെന്റില് നേരത്തെ വെറും 18% മാത്രമായിരുന്നു ഇവിടെ റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അത് കൂടി 46.81% എത്തിയിട്ടുണ്ട്. ഇത് പ്രോബബ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഇവർ ഓൺബോർഡ് ചെയ്തുകൊണ്ടും ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലുള്ള കമ്പനീസിന് ഈ ഒരു സെഗ്മെന്റിൽ കൂടുതൽ ആവശ്യങ്ങൾ വന്നതുകൊണ്ടും ഇപ്പോൾ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഈ പേഴ്സണൽ കെയറിൽ കുറെ പ്രൊഡക്ട്സ് കൂടുതൽ സെല്ലാകുന്നുണ്ട്. അതിൽ ഈ ആന്റി മൈക്രോബിയൽ ആന്റി ബാക്ടീരിയൽ കാര്യങ്ങളുടെ ആവശ്യം വരുന്നുണ്ട്, ഹൈജീൻ റിലേറ്റഡ് പ്രൊഡക്ട്സിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ ഒരു ബൂം ഉള്ളതായിട്ട് ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ റവന്യൂയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറെക്കുറെ സിമിലർ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രോഫിറ്റ് മാർജിനിലേക്ക് നോക്കുകയാണെങ്കിൽ മോശമല്ലാത്തൊരു 8.7% ഉണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഇവരുടെ ബിസിനസിനെ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം ശക്തമായിട്ടുള്ള ഒരു R&D ഫെസിലിറ്റി ഉണ്ട്. ഇവർക്ക് ഇപ്പോൾ ഉള്ള ഫാക്ടറി ഉള്ളത് അത് സിൽവാസയിലാണ്. അതിന്റെ കപ്പാസിറ്റി ഉള്ളത് 1,20,000 മില്യൺ ടൺ പെർ ആനമാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ഫാക്ടറിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 82% യൂട്ടിലൈസേഷനിലാണ് ആ ഫാക്ടറി അവർക്ക് ത്രൂ ഔട്ട് ദ ഇയർ ഓടിക്കാൻ പറ്റിയത്. അത് തീർച്ചയായിട്ടും നല്ലൊരു നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു പുതിയ ഫാക്ടറി വരുന്നുണ്ട്. അത് ഗുജറാത്തിലുള്ള ദഹേജ് എന്ന സ്ഥലത്താണ്. അതിന്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് ഫാക്ടറിനേക്കാളും കൂടുതലാണ് അതിന്റെ കപ്പാസിറ്റി. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവരുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള 17 കൺട്രീസിലേക്ക് ഇവരുടെ പ്രൊഡക്ട്സ് ഈ കെമിക്കൽസ് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്രൊഡക്റ്റ് റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 2000-ൽ പരം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിലേക്ക് പല കസ്റ്റമേഴ്സിന് ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിസിനസ് പഠിച്ചപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇവര് ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ നീഷ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലാണ്. സാധാരണക്കാരനെ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാക്കാത്ത ബിസിനസ് ആക്ടിവിറ്റീസ് ആണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഡെപ്തില് കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഒരു കമ്പനിയുടെ ഹിസ്റ്ററി മനസ്സിലാക്കുകയാണെങ്കിൽ 2003 ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതായത് മിസ്റ്റർ എഡ്വേർഡ് വാൾട്ടർ മെനസസും മിസ്റ്റർ സുനിൽ ശ്രീനിവാസൻ ചാരി ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന നിലയിൽ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവര് രണ്ടുപേരും തന്നെ അതിശക്തമായിട്ട് ഈ കമ്പനിനെ മുന്നിലേക്ക് നയിച്ചു. ഇന്നും ഇവര് രണ്ടുപേരും തന്നെയാണ് ഈ കമ്പനിനെ വളരെ നന്നായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ മുന്നിലേക്ക് പോയി 2009 ഇവര് ഒരു കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ അവരുടെ പേര് മാറ്റി റോസറി ബയോടെക് ലിമിറ്റഡ് എന്നായി. കാരണം ആദ്യം പാർട്ണർഷിപ്പ് ആയിരുന്നപ്പോൾ ഇവരുടെ പേര് റോസറി ലാബ് ടെക് എന്നായിരുന്നു. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ മാർക്കറ്റ് സൈസും അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ അനാലിസിസുമാണ്. മാർക്കറ്റ് സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ ഇൻഡസ്ട്രീസിലും എന്തെങ്കിലും എല്ലാം സ്പെസിഫിക് റിക്വയർമെന്റ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ സ്പെസിഫിക് റിക്വയർമെന്റ് വരുമ്പോൾ പണ്ട് കാലത്ത് നടക്കാത്ത കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉള്ളത് കൊണ്ട് പല പുതിയ കാര്യങ്ങളും പോസിബിൾ ആകുന്നു. അതുകൊണ്ട് തന്നെ അക്രോസ് ഡിഫറെന്റ്
ബിസിനസ് മേഖലകളിലെ ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2019 $700 ബില്യൺ ആയിരുന്നു ഇതിന്റെ മാർക്കറ്റ് സൈസ്. എന്നാൽ മുന്നിലേക്ക് പോകുമ്പോൾ 2027 ആകുമ്പോഴേക്കും $950 ബില്യൺ ആകും ഈ ഒരു ടോട്ടൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ ടോട്ടൽ മാർക്കറ്റ് സൈസ്. അതായത് ഒരു 5% CAGR ഈ മാർക്കറ്റ് തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഗ്ലോബൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ അത് ആക്ച്വലി ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അനാലിസിസ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ ഈ ഒരു മേഖല ഇന്ത്യയിൽ അതിശക്തമായിട്ട് ബൂം ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചൈനയാണ്. എന്നാൽ ചൈനയില് ബ്ലൂ സ്കൈ ഇനീഷ്യേറ്റീവ് വന്നതിന് ശേഷം, ബ്ലൂ സ്കൈ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചൈനയിലെ പൊല്യൂഷൻ കുറക്കാനായിട്ട് അവരുടെ ഗവൺമെന്റ് പല വിധത്തിലുള്ള ഇൻഡസ്ട്രീസിന്റെ പുറത്ത് കുറെ റെഗുലേഷൻസും കൺട്രോളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ റെഗുലേഷൻസ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ചൈനയിലെ കുറെ അധികം സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനീസും അതിന്റെ പ്രൊഡക്ഷനും നിർത്തേണ്ടി വന്നിരുന്നു. എന്നാൽ അതേ സമയത്താണ് നമുക്ക് ഇന്ത്യയിൽ അതിനൊരു ബൂം കാണാൻ പറ്റിയത്. അപ്പൊ തീർച്ചയായിട്ടും ഗ്ലോബലി ഇതിന്റെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യ ചെറുതായിട്ട് ഇതിന്റെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. എന്നാൽ അവിടെയാണ് ഈ പൊല്യൂഷൻ കൺസേൺ എന്ന അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചൈനയിൽ പൊല്യൂഷൻ കൺസേൺ ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ പ്രൊഡക്ഷനിൽ ഒരു ക്യാപ്പിംഗ് വന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലും ഒരു പൊല്യൂഷൻ കൺസേൺ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? അങ്ങനെ ഒരു ത്രെട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ട്. അപ്പൊ ടീമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ രണ്ടുപേരെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ കമ്പനിയെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ മിസ്റ്റർ എഡ്വാർഡ് ആണ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, മിസ്റ്റർ സുനിൽ ആണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് IPO ചെയ്യുന്നതിന് മുൻപുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണിത്. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള 44.15% തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 11.7% ഹോൾഡ് ചെയ്യുന്നത് അതർ പ്രൊമോട്ടർ ഗ്രൂപ്പാണ്. അതിൽ ബേസിക്കലി ഇവരുടെ തന്നെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് വരുന്നുണ്ട്. ഇവർ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന പല ട്രസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടീം ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നമ്മൾ ഈ ഒരു കമ്പനിയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഒരു IPO ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനി നേരിടാമാകുന്ന റിസ്കുകളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ്, ഇവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ പേജുകളായിട്ട് 68 റിസ്ക്സ് ഈ കമ്പനി തന്നെ അതിൽ വളരെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ, IPOയിൽ താല്പര്യമുള്ളവരെ ഈ ഒരു കമ്പനിയുടെ റിസ്കുകൾ കൂടി അറിഞ്ഞിട്ട് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മുടെ ഇന്ത്യയിലെ വളരെ സാഡ് ആയിട്ടുള്ള റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ പലരും ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വായിക്കുക കൂടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ അതിശക്തമായി മുന്നിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് വീഡിയോ കാണുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, കുറെ ഇൻഫർമേഷൻ അറിയാൻ പറ്റും. പക്ഷെ തീർച്ചയായിട്ടും തുടക്കകാലമാണ്, എൻ്റെ ഒരു ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ട്. എന്നാൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ നിങ്ങൾ ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. സ്വയം അത് മുഴുവൻ വായിച്ച് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനെ ഒന്നുകൂടി പറയുകയാണ്, ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ 68 റിസ്ക്സും മുഴുവനായിട്ട് തന്നെ നിങ്ങൾ വായിക്കുക. അതിൽ മേജർ ആയിട്ടുള്ള റിസ്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിന്റെ 35% വരുന്നത് ഇവരുടെ ടോപ്പ് 5 കസ്റ്റമേഴ്സിൽ നിന്നാണ്. മനസ്സിലായോ? അതായത് ഒരു വർഷം മുഴുവൻ നോക്കുമ്പോൾ 100 കോടിയാണ് ഇവരുടെ ടോട്ടൽ റവന്യൂ എങ്കിൽ അതിൽ 35 കോടിയും ഇവർ കിട്ടുന്നത് ഇവരുടെ ടോപ്പ് 5 കസ്റ്റമേഴ്സിലേക്കാണ്. അതായത് റവന്യൂ കൂടുതലും കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത് കുറച്ച് കസ്റ്റമേഴ്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇവരുടെ ടോട്ടൽ റവന്യൂവിന്റെ 45% വരുന്നത് ഇവരുടെ ടോപ്പ് 10 കസ്റ്റമേഴ്സിൽ നിന്നാണ്. എഗെയിൻ ഇത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ലോങ് ടേം കോൺട്രാക്ട്സ് ഒന്നും സൈൻ ചെയ്തിട്ടുമില്ല. ഇതെല്ലാം ഇവർ തന്നെ പറയുന്നതാണ്. അപ്പൊ വാട്ട് ഇഫ് മുന്നിലേക്ക് പോകുമ്പോൾ ഈ മേജർലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ കസ്റ്റമറിനെ മറ്റൊരു പ്രൊഡ്യൂസറിനെ കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനീന്റെ അടുത്ത് അവർ പോവുകയാണെങ്കിലോ തീർച്ചയായിട്ടും റോസറി ബയോടെക്കിന്റെ പണി പാടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസേൺ തീർച്ചയായിട്ടും, അങ്ങനെ ഒരു റിസ്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പ് കസ്റ്റമേഴ്സിൽ തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലുള്ള വളരെ വലിയ വലിയ പേരുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വളരെയധികം കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ ടോട്ടൽ റവന്യൂവിന്റെ 65% ഇവര് സ്പെൻഡ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ വാങ്ങിക്കാനാണ്.
അതായത് അഗൈൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 100 കോടി രൂപയാണ് ഇവർക്ക് ഒരു വർഷം റവന്യൂ എങ്കിൽ അതിൽ 65 കോടി രൂപയും ഇവർ ചെലവാക്കുന്നത് റോ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി മാത്രമാണ്. ബാക്കി 35 കോടി രൂപയിൽ നിന്ന് വേണം ഇവർക്ക് കമ്പനിയുടെ ബാക്കി എല്ലാ എക്സ്പെൻസസും നടത്തിക്കൊണ്ടു പോകാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് മുന്നിലേക്ക് പോകുമ്പോൾ കൂടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവരുടെ ബോട്ടം ലൈനിനെ അഫക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. അടുത്ത പോയിന്റ് നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ട് ഇത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടാകും. അതായത് നമ്മൾ പറഞ്ഞു 68 റിസ്ക്സ് ഇവർ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന്. അതിൽ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ തന്നെയുള്ള ഒരു ഡയറക്ടറിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്ര വിശദമായിട്ട് എത്ര നല്ല ഇൻസൈറ്റ്സ് തരുന്ന കാര്യങ്ങളാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ കാണാൻ പറ്റുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് കൂടി ഞാനിവിടെ എടുത്തു കാണിക്കുന്നത്. ഒന്നുകൂടി പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വായിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് എത്താം. അപ്പോൾ ഈ കമ്പനി എത്ര രൂപയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇവരുടെ ടോട്ടൽ റവന്യൂ 517 കോടിയായിരുന്നു. അതിന്റെ മുൻപത്തെ 3 വർഷത്തെ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ CAGR 41%ലാണ് ഇവരുടെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം മനോഹരമായിട്ടുള്ള നമ്പറാണിത്. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും റവന്യൂ 40% കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കമന്റബിൾ ആയിട്ടുള്ള നമ്പറാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അത് 45 crores ആയിരുന്നു. അതിലേക്കും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിലേക്ക് 60% CAGR-ലാണ് പ്രോഫിറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റിന്റെ ഗ്രോത്ത് റേറ്റ് തീർച്ചയായിട്ടും അതും വളരെയധികം മനോഹരമായിട്ടുള്ള നമ്പറാണ്. പ്രോഫിറ്റ് മാർജിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, അത് 8.7% ആണ്. അസറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി 297 ക്രോർസിന്റെ അസറ്റ്സ് കമ്പനിക്കുണ്ട്. അതിൽ 7 കോടി ക്യാഷ് ആയിട്ട് അവരുടെ കയ്യിലുണ്ട്. 67 കോടി അവരുടെ പ്ലാന്റിലും മെഷീനറീസിലും ഫാക്ടറിയിലും ഒക്കെ ഇൻവെസ്റ്റഡ് ആണ്. ലയബിലിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ 125 ക്രോർസ് ഉണ്ട്. എന്നാൽ ഡെറ്റ് അത് ഏറെക്കുറെ നെഗ്ലിജിബിൾ ആണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. അപ്പോൾ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുമ്പോൾ മോശമല്ലാതെ ഹൈ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്ലൈഡിലൂടെ ബേസിക്കലി കഴിഞ്ഞ 4 വർഷത്തെ റവന്യൂവിനെയും പ്രോഫിറ്റിനെയും ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഓരോ വർഷവും കഴിയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ റവന്യൂ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്തായാലും തീർച്ചയായിട്ടും കമ്പനീനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം തന്നെയാണ്. ഇനി കുറച്ച് കീ ഫിനാൻഷ്യൽ റേഷ്യോസിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ROCE 25% ആണ്. കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് 25% ROCE. എന്നാൽ നമ്മൾ 2018ലേക്ക് നോക്കുകയാണെങ്കിൽ അന്ന് കമ്പനിയുടെ ROCE 50 ആയിരുന്നു. അതായത് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ROCE വളരെ നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ റീസണിലേക്കൊക്കെ നമുക്ക് പയ്യെ എന്തായാലും എത്താം. അതുപോലെ തന്നെ ROE-നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എഗെയിൻ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയുള്ള 32% ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നു. PE പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നമ്മൾ ഓൾറെഡി ആദ്യം ഡിസ്കസ് ചെയ്തതാണ്, അത് 33 ആണ്. അപ്പോൾ എന്തായാലും ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കമ്പനി ഫിനാൻഷ്യലി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അതിന്റെ ഇൻഡസ്ട്രിയിലുള്ള അതിന്റെ മറ്റ് പിയർ കമ്പനീസിന്റെ പെർഫോമൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രോത്ത് പെർസെന്റേജ് ആണ്. അതായത് റവന്യൂന്റെ ആണെങ്കിലും എബിറ്റയുടെ ആണെങ്കിലും നെറ്റ് പ്രോഫിറ്റിന്റെ ആണെങ്കിലും ഓരോ വർഷത്തിലുമുള്ള ഗ്രോത്തിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യാനായിട്ട് റോസറി ബയോടെക്കിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയ ഇൻഡസ്ട്രീസിനെയും അതുലിനെയും ഫൈൻ ഓർഗാനിക്സിനെയും വിനതി ഓർഗാനിക്സിനെയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഗ്രോത്ത് സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ മറ്റ് ഏത് പിയർ കമ്പനിയേക്കാളും അതിഭീകരമായിട്ടുള്ള ഒരു റവന്യൂ ഗ്രോത്തും അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു നെറ്റ് പ്രോഫിറ്റിന്റെ ഗ്രോത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഗ്രോത്ത് പെർസെന്റേജ് ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ്. എന്നാൽ നമ്മളിവിടെ ഫാക്ടർ ഇൻ ചെയ്യേണ്ട വേറൊരു കാര്യം, വിനതി ഓർഗാനിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റോസറി ബയോടെക് വളരെ ചെറിയൊരു കമ്പനിയാണ്. ഈ മറ്റ് കമ്പനീസ് എല്ലാം ഏറെക്കുറെ റോസറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ കമ്പനീസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനി ചെറുതാണെങ്കിൽ ആ ഒരു ചെറിയ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഗ്രോ ചെയ്യൽ തീർച്ചയായിട്ടും ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ കമ്പനി വളർന്ന് വലുതായി വലിയ സൈസിലേക്ക് എത്തുമ്പോൾ അതിനുശേഷം ഗ്രോ ചെയ്യല് ഇതുപോലുള്ള വലിയ നമ്പേഴ്സ് കൊണ്ടുവരൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്ര വലിയ ഗ്രോത്തിലേക്ക് എത്തിയിട്ട് പോലും വിനതി ഓർഗാനിക്സിന് ഈ ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ട് എങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ കണ്ണും പൂട്ടി ഇത്ര നമ്പർ ഉണ്ട് എന്ന് കാണുന്നത് കൊണ്ട് മാത്രം റോസറി ബയോടെക് മറ്റ് കമ്പനീസിനേക്കാളും ബെറ്റർ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ROE-ലേക്കും ROC-ലേക്കും നോക്കുകയാണെങ്കിൽ എഗെയിൻ ഞാൻ ഡയറക്റ്റ് കമ്പാരിസൺ എടുക്കാൻ ആഗ്രഹിക്കുന്നത് വിനതി ഓർഗാനിക്സുമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം
പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ്, PE റേഷ്യോ ആണ്. അതായത് ഇൻഡസ്ട്രി PE നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്ര വലിയ വലിയ കമ്പനീസിന്റെ PE നോക്കുമ്പോഴും ഇൻഡസ്ട്രി PE വരുന്നത് 25 മുതൽ 30 വരെയാണ്. എന്നാൽ റോസറി ബയോടെക്കിന്റെ PE IPOന്റെ സമയത്ത് വരെ 33 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹൈ പ്രീമിയം വാല്യൂലാണ് റോസറി ബയോടെക്കിന്റെ IPOന്റെ പ്രൈസ് എന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമെന്നും എന്തൊക്കെയാണ് മോശം കാര്യങ്ങളും എന്നാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യമുള്ളത് ഈ കമ്പനിക്ക് ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. വെർട്ടിക്കലി എന്തായാലും ഉണ്ട്, എന്നാൽ ഹൊറിസോണ്ടൽ പൊട്ടൻഷ്യൽ അതിലും കൂടുതലാണ്. കാരണം നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടു മേജർലി 3 മേഖലകളിലാണ് ഇവർ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഉണ്ടാക്കുന്നുള്ളൂ. എന്നാൽ ഇവർക്ക് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് കുറേ അധികം മേഖലകൾ അവൈലബിൾ ആണ്. അതിലേക്കെല്ലാം ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊറോണ എല്ലാം വന്നതുകൊണ്ടും പലരും പേഴ്സണൽ കെയറിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ടും അവിടെ കുറെ സ്പെഷ്യാലിറ്റി കെമിക്കൽസിന്റെ ആവശ്യമുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ഇൻക്രീസ്ഡ് ഡിമാൻഡ് കാണാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് സൈസ് നമ്മൾ കണ്ടതാണ്, വളരെ ശക്തമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ഓൾറെഡി ഇവർ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നിലേക്ക് കുറച്ചുകൂടി നന്നായി സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി രാജ്യങ്ങളിലേക്കും കുറെ കൂടി കമ്പനീസിലേക്കും കസ്റ്റമേഴ്സിലേക്കും ഇവർക്ക് എത്താൻ കഴിയുന്നതാണ്. ഓൾറെഡി ഇവരുടെ കയ്യിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള R&D ടീം ഉണ്ട്. അതിനെ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ഗ്ലോബൽ ലെവലിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു R&D ടീം ആയിരിക്കും ഇവരുടെ കയ്യിൽ ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും ഈ കമ്പനി മുന്നിലേക്ക് പോകുമ്പോൾ ഇവരുടെ കയ്യിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാകും. ഇനി നമുക്കിവിടെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഇവരുടെ പ്രീമിയം വാല്യുവേഷൻ തന്നെയാണ്. അതായത് ഇൻഡസ്ട്രി PE 25 to 30 ഉള്ളപ്പോൾ ഇവർ IPO ചെയ്യുന്നത് തന്നെ 33 PE വെച്ചുകൊണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പൊല്യൂഷൻ റിലേറ്റഡ് പല റെഗുലേഷൻസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ അവർ തന്നെ എഴുതി കാണിച്ചിരിക്കുന്ന ഈ 2 റിസ്ക് നമ്മൾ ഇൻ ഡെപ്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താണ്. ഈ 2 കാര്യങ്ങളും തീർച്ചയായിട്ടും ഈ കമ്പനീനെ പറ്റി ഞാൻ വളരെ സ്കെപ്റ്റിക്കൽ ആകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു IPOന്റെ വെർഡിക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ അവസാനത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു പ്രീമിയം എമൗണ്ടിൽ കുറച്ച് ഹയർ എമൗണ്ടിലാണ് ഇവരെ IPOയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ തന്നെയുള്ള കുറച്ചുകൂടി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹയർ നമ്പേഴ്സ് ഉള്ള നല്ല പേരുള്ള കമ്പനീസ് കുറെ കൂടെ ബെറ്റർ വാല്യുവേഷനിൽ അവൈലബിൾ ആകുമ്പോൾ എന്തിനാണ് ഒരു സ്മോൾ ക്യാപ് പുതിയ കമ്പനി പെർഫോമൻസ് അധികമൊന്നും അറിയാത്ത ഒരു പുതിയ ചെറിയ കമ്പനിയിൽ ഒരു ഹയർ വാല്യുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ഹയർ വാല്യുവേഷൻ ഉള്ളത് കൊണ്ട് പ്രോബബ്ലി ഇതിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പലരും ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയിട്ട് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ കൊറോണയെല്ലാം എഫക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് അൺസർട്ടൻ ആയതുകൊണ്ട് ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുമെന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇൻഫാക്ട് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം നമ്മൾ കണ്ടതാണ് നിഫ്റ്റി എത്ര ശക്തമായിട്ടാണ് താഴോട്ട് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ അൺസർട്ടൻ ആയിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒരിക്കലും ലിസ്റ്റിംഗ് ഗെയിനും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് എന്ന നിലയിലാണ്. അതായത് ഈ ഒരു കമ്പനിയെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസിൽ വിശ്വാസമുണ്ട്, ലോങ് ടേമിൽ ഇത് കുറെ കൺട്രീസിലേക്ക് പോകുമെന്നും വളരെ വലിയ കമ്പനി ആകുമെന്നും ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ലോങ് ടേം പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രോബബ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ സ്മോൾ ക്യാപ് കമ്പനീസിന്റെ IPO വരുമ്പോൾ ഈ ഒരു ഡൗട്ട് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അതായത് വാല്യുവേഷൻ എന്നുള്ളത് തീർച്ചയായും മോശം കാര്യമാണ്. ഇനി അങ്ങനെ അല്ലാതെ ഈ ഒരു കമ്പനി പെട്ടെന്ന് കളറായിക്കൊണ്ട് കുറെ കസ്റ്റമേഴ്സിന് ഇവർക്ക് കിട്ടുന്നു, കുറെ പുതിയ R&D ചെയ്തുകൊണ്ട് ഇവർക്ക് കുറെ പുതിയ പ്രൊഡക്ട്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നു, ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഈ കമ്പനി വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് മൾട്ടി ബാഗർ റിട്ടേൺസ് തരാനുള്ള സാധ്യതകളുമുണ്ട്. ഇത് എപ്പോഴും സ്മോൾ ക്യാപ് കമ്പനീസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഡിലമ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നിങ്ങളുടേതായ ഒരു ഡിസിഷനിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഒരു ജനറൽ IPO ഒരു ടിപ്പ് തരാനുള്ളത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് IPO ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കണ്ണും പൂട്ടി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാതിരിക്കുക. ആ ഒരു കമ്പനീനെ പറ്റി വിശദമായി പഠിച്ച് അതിനെ മനസ്സിലാക്കി ഫണ്ടമെന്റലി അറിഞ്ഞതിന് ശേഷം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഇത് മാത്രമാണ്. ഞാൻ എന്തായാലും ഈ ഒരു IPOയിൽ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും ആലോചിച്ച് കമ്പനീനെ പറ്റി പഠിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഈ ഒരു റോസറി ബയോടെക് എന്ന ഒരു കമ്പനീനെ പറ്റിയും അതിന്റെ IPO
ഡീറ്റെയിൽസിനെ പറ്റിയും വിശദമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു IPOയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ദയവായി താഴെയുള്ള ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. ഇതിനൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.